സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെച്ചു. വീട് വെച്ച് കഴിഞ്ഞപ്പം നമുക്ക് പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പം ആദ്യം ബസ് നോക്കുന്ന ഒരാളിനെ വിളിച്ചു, രണ്ടാം വേറൊരാളെ വിളിച്ചു, മൂന്നാം വേറൊരാളെ വിളിച്ചു. ഈ 3 പേരും 3 രീതിയല്ലേ പറയുന്നത്. അവരൊരു ഈ പഠിത്തക്കാരെല്ലാം പല രീതിയിലുള്ള പഠിത്തക്കാരാണ്, പല രീതിയിലുള്ള പഠിത്തക്കാരാണ്. അവരുടെ ആ പഠിത്തത്തിനനുസരിച്ച് അവർ പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ വെച്ച വീട് മൊത്തം പൊളിച്ചു കളഞ്ഞാലും അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഇല്ല. അപ്പോൾ ആ വെച്ച വീടിന് ഇവർ ആദ്യം ഒരാൾ വന്നു, അത് പറയുന്നത് കേട്ട് നമ്മൾ പൊളിച്ച് മാറ്റി വെച്ചു. അടുത്ത ഒരാൾ വന്നു, അത് പൊളിച്ച് മാറ്റി വെച്ചു. മൂന്നാം ഒരാൾ വന്നു, അത് പൊളിച്ച് മാറ്റി വെച്ചു. അപ്പോൾ അത് നടക്കത്തില്ല. 3 പേരും 3 രീതിയാണ്. അപ്പോൾ ആ വീട് പണിയാണോ, ആ വീട് പൊളിച്ചു കളയാൻ അതിന് മാറ്റം വരുന്നില്ല. പിന്നെ നമുക്ക് ആ വീടിൻ്റെ അകത്ത് ഒരാൾക്ക് സുഖമില്ല, അവർക്ക് സുഖമില്ല, വീടിന് ഒരു ഉയർച്ചയില്ല, അതില്ല, ഒന്നുമില്ല വരുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൾക്കാർ പറയും ഇന്നാരെ പോയി വിളിക്കണം, മന്ത്രവാദിയെ കാണണം, അല്ലെ ബസ് നോക്കണം. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ റെഡി. ഈ മന്ത്രവാദിയുടെ വന്നു കഴിഞ്ഞാൽ റെഡി ഇല്ലയോ? മന്ത്രവാദി ചുക്ക്. അപ്പോൾ ആർക്കെങ്കിലും ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരാൾ പറയാം ഇതുപോലെ വീടിൻ്റെ ദോഷമാണ്, അതാണ് ഇതാണ് പറയും. അപ്പം പിന്നീട് ഒരാൾ പറയും ഇന്നടുത്ത് പ്രശ്നം വെച്ച് നോക്കാൻ പറയും. അപ്പോൾ ഇതുകൊണ്ടൊന്നും യാതൊരു ചുക്കുമില്ല. യഥാർത്ഥ ദൈവത്തെ വിളിക്കുക മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഈ 3 സെൻറ്റ് സ്ഥലമുള്ള ഒരാൾ ഒരു വീട് വെച്ചു. അപ്പോൾ വി ആകൃതിയിൽ ഇങ്ങനെ സാധാരണ യു ആകരുതി. അപ്പോൾ അങ്ങനെ വരുമ്പം ഫ്രണ്ട് വഴി, പിന്നെ 3 സൈഡുണ്ട്. ഈ 3 സൈഡിലും വസ്തുവുള്ളവരാണ് താമസിക്കുന്നത്. അപ്പോൾ 3 സൈഡിൽ അവർ ഒന്നിൽ 1 മീറ്റർ മാറ്റി, സർക്കാർ നിയമം അനുസരിച്ച് ഇത്ര മീറ്റർ മാറ്റി ഒരാഞ്ഞിലി കൊണ്ടുവെക്കുന്നു, പ്ലാവ് കൊണ്ടുവെക്കുന്നു. ഈ 3 സൈഡിലും കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? 3 സൈഡിലും ആഞ്ഞിലി നിൽക്കുക. അപ്പോൾ ഈ വീടിനെ ഇളക്കാനും കൊണ്ട് വീടിനെ ഇളക്കാൻ ഈ 3 ആഞ്ഞിലി 3 സൈഡിൽ നിൽക്കുന്നതും ഈ വീടിൻ്റെ അടി കൂടെ പോകത്തുള്ളൂ. അപ്പം നിയമപ്രകാരം നമ്മൾ എത്ര അടി മാറ്റിയാലും പ്രയോജനമില്ല. ഈ വീടിൻ്റെ അടിയിൽ കൂടെ തുളഞ്ഞു കയറുക. അപ്പം വീട് ഇളകിയോ? അപ്പം ആ വീട് ഇളകുന്നതും ബസ് ദോഷമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ആയിക്കോട്ടെ. അതിൻ്റെ അകത്താണ്. അപ്പം അന്ന് പറഞ്ഞ പോലെ ഈ 3 സൈഡിലെയും മരങ്ങളെ അപ്പം നമ്മളെ ഒതുക്കാനെ കൊണ്ട് ആ ഒരു മാർഗം പോരായോ? നമ്മളെ ഒതുക്കാനും ഇപ്പം അപ്പുറം ഇപ്പോൾ വസ്തുവിൻ്റെ ഉടയന്മാർ നമ്മളെ ഒതുക്കാനും കൊണ്ട് ഈ 3 സൈഡിലും കൊണ്ടൊന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളെ ഒതുങ്ങി. ഇതെന്ന് പറഞ്ഞാൽ 15-20 അടി താഴ്ചയുണ്ട് ഇത്. പിന്നെ 8-9 തൊടി അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയലോക്കാരുടെ വീട് മൊത്തം ഇതിൻ്റെ അകത്താണ്, മൊത്തം വീടാ ഇതിനകത്തില്ല. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്. ഈ മരങ്ങൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇലച്ചിലുകൾ മൊത്തം നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ടാണ്. തൂത്തുവാരിയുള്ള ദണ്ണം തീരുക. അപ്പോൾ അതുകൊണ്ടും പ്രയോജനമില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉയരാനുള്ള മാർഗമില്ല. 1.5 മാസം കൊണ്ട് തൂത്ത് എൻ്റെ അവിടെ പടപ്പ് ചെലവായിരുന്നു ഇവിടെ. അപ്പം ആ മാവിൻ്റെ അപ്പോൾ നമ്മുടെ ഈ വസ്തു നോട്ടക്കാരൻ വന്നിട്ട് 3 പേര് വരുമ്പോൾ 3 രീതിയായി. പിന്നെ അതുകൊണ്ടും ഒക്കത്തില്ല, താമസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത രോഗം മൂലം വന്നു കഴിഞ്ഞാൽ ഉയർച്ചയില്ലെങ്കിൽ മന്ത്രവാദിയെ വിളിക്കുന്നു, അതുകൊണ്ടും പ്രയോജനമില്ല. പിന്നെ ഒരു വീട് വെച്ചൊക്കെ താമസിക്കാമെന്ന് വിചാരിക്കാം. താമസിച്ച് കഴിയുമ്പം 4 വീട്ടിനും ഇതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിയുമ്പോൾ 4 വീട്ടിനും 3 വീട്ടിനും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട് ഇളകുക തന്നെ. അപ്പം നമ്മൾ ഇളകും. എൻ്റെ ഈ വീട് നിൽക്കുന്നില്ലേ, ഇതിനകത്തിൽ ആദ്യം വീട് വെച്ചത്. വീട് വെച്ച് അവരെൻ്റെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് അവരുടെ അച്ഛൻ ചത്തത് ഈ വീടിൻ്റെ ദോഷം കൊണ്ടാണ്. അത് തന്നെ. അപ്പോൾ നമ്മൾ വീട് ഇളക്കി. അപ്പോൾ ഇത് പൊളിച്ച് അങ്ങപ്പുറത്ത് വെച്ചു. അപ്പോൾ നമുക്ക് എത്ര രൂപ നഷ്ടമുണ്ട്? അപ്പോൾ അടുത്ത ആൾ വന്ന് പറഞ്ഞു അവിടെ മൂലയ്ക്ക് ദോഷമുണ്ട്, ആ പൊളിച്ച് ഇപ്പുറത്ത് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷങ്ങൾ കോടികൾ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വീട് പൊളിച്ചു പോയവരുണ്ട്, വിറ്റ് പോയവരുണ്ട്, ഇങ്ങനെയുള്ള ചിലവുകൾ ചെയ്തോ ഇല്ലേ? അപ്പം ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം വീടിൻ്റെ ദോഷം കൊണ്ട് അതിനകത്ത് സംഭവിച്ചത്, അതുകൊണ്ട് നിങ്ങൾ പൊളിച്ച് ഈ മൂല പൊളിക്കണമെന്ന് പറയും. അപ്പം നേരത്തെ ഈ വീട് പണിയുന്ന മേശിരിമാർ, കൺട്രാക്ടർമാർ നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക ഇവരെ, നിങ്ങൾ ഇന്ന രീതിയിൽ പറയണമെന്ന് പറയും.
ആ രീതി പറഞ്ഞു തരുമ്പോൾ എനിക്ക് അവിടെ പണി കിട്ടുമെന്ന് പറയും. എങ്ങനെയുണ്ട് കൊള്ളാം. പരിപാടി? എങ്ങനെയുണ്ട്? അപ്പം ഈ ബസ്സിൻ്റെ നോട്ടക്കാരോട് ആദ്യം പറഞ്ഞ് പിടിപ്പിച്ച് വെച്ചിരിക്കുക, നിങ്ങൾ ഇന്ന രീതിയിൽ പറഞ്ഞ് ആ അടുത്ത് എന്ന് പറയണം, ഇന്ന മൂല വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം മാറുമെന്ന് പറയണം. അപ്പം അങ്ങനെ ആ മൂല വിളിക്കുമ്പോൾ ഈ കൺട്രാക്ട് പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ അവർ ഈ മൂല വിളിക്കുകയും ചെയ്യും, കൺട്രാക്റ്റിന് പണിയും കിട്ടി. പണി കിട്ടിയേ. അപ്പോൾ എങ്ങനെയുണ്ട് പരിപാടി? നല്ല പരിപാടിയാണ്. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്. ഈ ലോകത്ത് മുഴുവൻ വഞ്ചനയും ചതിവേ ഉള്ളൂ. ലോകത്ത് മൊത്തം വഞ്ചനയും ചതിവും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നന്നാവൻ ദൈവത്തെ വിളിച്ച് ജീവിക്കുക അല്ലേ? ഇത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ വിളിച്ച് ജീവിക്കുക. ഇതേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളും. നമ്മുടെ അന്ധവിശ്വാസം ദൈവമാണ്. നമ്മുടെ എല്ലാം ദൈവം മാത്രമേ ഉള്ളൂ. അതിന് ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയമാണ് ഏറ്റവും. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ എല്ലാം ശുദ്ധമാണ്. ഹൃദയം ശുദ്ധമാണെങ്കിൽ ആ നമ്മൾ ശുദ്ധത്തോടു കൂടി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷെ നമ്മൾ അതനുസരിച്ച് ജീവിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ബസ് നോട്ടക്കാരൻ തന്നെയല്ല, 4 സൈഡിൽ വീട്ടിൽ മരം കൂടെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഓട്ടോമാറ്റിക്കലി ഇളകും, പോക്കാം. ആ വേര് മൊത്തം നമ്മുടെ വീടിൻ്റെ അടിയിലാണ് വരുന്നത്. പിന്നെ മരത്തിൻ്റെ ചില്ലുകൾ മൊത്തം മേളിലാണ് വരുന്നത്. ആ പിന്നെ കരിയില ഇതെല്ലാം. അപ്പോൾ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ കൺട്രാക്ട് നേരത്തെ വസ്തു നോക്കുന്ന ആളിനോട് എന്ന് പറയും, ഇന്ന പോലെ ഇന്ന വീട്ടിൽ നിങ്ങളെ വിളിക്കുന്ന പറഞ്ഞാൽ ഈ രീതി പറഞ്ഞേക്കെന്ന് പറയും. അപ്പോൾ കൺട്രാക്റ്റിന് പണിയും കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പരിപാടികളൊക്കെ? നല്ല പരിപാടിയില്ലേ? നമ്മൾ ഇത്രയും നാൾ ജീവിച്ച ജീവിതമല്ലേ ഇനി മുന്നോട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും. കാര്യം കുറേ കാലത്തിന് മുമ്പ് വരെ നമ്മുടെ 3 നേരം കഞ്ഞി വെച്ച് കുളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറേ നാളിന് മുമ്പ് നമ്മൾ 3 നേരം ആഹാരം വെച്ച് കഴിക്കുകയായിരുന്നു. ഇപ്പം ആഴ്ചയിൽ ഒരിക്കൽ ആഹാരം വെക്കുക. ഇപ്പോഴത്തെ ആഴ്ചയിൽ ഒരിക്കൽ ആഹാരം തന്നെയല്ല, അന്നത്തെ മീനെന്ന് പറഞ്ഞാൽ എന്തോ രുചിയാണ് കൂട്ടാൻ. ഇപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ആഹാരം വെച്ച് ഫ്രിഡ്ജിൻ്റെ അത് വെച്ചേക്കുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ അസുഖങ്ങൾ പിടിക്കുന്നത്. അന്ന് എല്ലാ സാധനം വീട്ടിൽ അരച്ചും പൊടിച്ചും ഉണ്ടാക്കുന്നത്. ഇന്നതാണ്. ഇന്നാണെങ്കിൽ അരകല്ലെടുത്ത് ഊരക്കളയും. ഒരു വീട്ടിലും ഇല്ല, അരകലൊന്നും ഇല്ല, ഒരു വീട്ടിലും ഇല്ല. എല്ലായിടത്തും ഊരക്കളയും. ഈ കടയിലിരിക്കുന്ന സാമാനൊന്നും നല്ലതെന്ന് വിചാരിച്ചിരിക്കുവാണ് അന്നോ. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ നമ്മൾ സ്വയമേ വിളിച്ചു വരുത്തുന്നു. ഈ കടയിലിരിക്കുന്ന ഒരു സാധനവും ഒരു 5-6 വർഷത്തിന് മുമ്പ് വരെ തേമയുടെ അവിടെ ആണെങ്കിൽ 4-5 കിലോ മുളകും 3-4 കിലോ മല്ലിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് മുളക് കഴുകി ഉണങ്ങി മല്ലിയും കഴുകി ഉണങ്ങി വലിയ കൊണ്ടുപോയി പൊടിച്ച് വെച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അതിനകത്തിലെ സകലതും മുളക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ കഴുകി ഉണങ്ങിയിട്ട് വെളുത്തിട്ട് ഉണങ്ങിയിട്ട് അതിൻ്റെ ഞെടുപ്പ് കളയും. ഞെടുപ്പ് പറിച്ച് കളഞ്ഞ് നമ്മുടെ പണി അതാ അവിടെ കൊണ്ട് പൊടിച്ചുകൊണ്ട് അത് നമുക്ക് തിന്നാൽ അസുഖം വരത്തില്ല. അതേസമയം കടയിലാണെങ്കിൽ ഇഷ്ടികപ്പൊടിയൊക്കെ അരിച്ച് ചേർത്ത് ചെയ്യുവാണ്. അതുപോലെ മുളകിൻ്റെ അകത്ത് മയം കിട്ടാൻ വേണ്ടി ഈ മുളകിനകത്തിൽ എന്തുമാത്രം കല്ലും കട്ടയും ഈ മല്ലിക്കകത്തിലൊക്കെ എന്തുമാത്രം അത് വാങ്ങിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ ഇതിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചും ഇങ്ങനെ ആഴ്ചകളോളം ആഹാരങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചും ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഈ അസുഖങ്ങളുണ്ടാകും. അപ്പോൾ ഈ അസുഖങ്ങളുണ്ടാകുമെന്ന് പറയും വസ്തുവിൻ്റെ ദോഷമോ വീടിൻ്റെ ദോഷമോ മന്ത്രവാദിയെ വിളിക്കണം, അവരെ വിളിക്കണം, ചെന്ന് നോക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർ വന്നിട്ട് പറയുന്നത് ഈ വീട് പൊളിച്ച് അപ്പുറത്തോട്ട് മാറ്റി വെക്കണം, മാറ്റി വെക്കണം എന്ന് പറയും. ഇതെല്ലാം വരുന്നു. പിന്നെ അപ്പോൾ അന്യൻ്റെ അടുത്തുള്ള എൻ്റെ അനിലയുടെയൊക്കെ വേര് വന്നു കഴിഞ്ഞാലും പറയും, വേര് വന്നിട്ട് നമ്മുടെ വീട് ഇളക്കിക്കഴിഞ്ഞാലും വെടിച്ചുകീറലുണ്ടായാലും പറയും താണ്ട ഇത് വസ്തുവിൻ്റെ ദോഷമാണ്. അതേസമയം മറ്റേ അനിലയുടെയൊക്കെ വേരിൻ്റെ കീഴിൽ കൂടെ വന്നിട്ട് ഇത് വെടിച്ചിലുള്ള ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം.
അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. ഇല്ല, ഇതെല്ലാം ഒരു വല്ലാത്ത രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു മായാജാലമാണ്. ആ, അല്ലാതെ വേറെ കാര്യമില്ല. മുമ്പേ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ഉള്ളൂ. മുമ്പേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ളൂ. ഇതെല്ലാം ഒരു മായാജാലമാണ്. ഇപ്പം വീട് പണിയുന്ന കൺട്രാക്ടർമാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി മറ്റവർക്കുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ 3 പേരെ ഇപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീടിന് വേണ്ടി 3 പേരെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ 3 പേരും 3 രീതിയിലേ പറയത്തുള്ളൂ. പഠിക്കുന്നു. ആ, അപ്പം 3 രീതിയിലാണ് പഠിക്കുന്നത്. പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ആഹാര രീതിയിൽ ഉണ്ടാകുന്നതാണ്. എല്ലാം ഉണ്ടാകുന്നതാണ്. പണ്ടുള്ളവർക്ക് എത്ര പേർക്ക് ഇപ്പോഴത്തെ ഈ അസുഖങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഇല്ല. ശരി, ഓക്കെ.